Oh Jesus, hallelujah. യേശുവിലെന്നും എന്നെ മറയ്ക്കണമേ, നിശക്തിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. We welcome you, Holy Spirit. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷിപ്പിലേക്ക് we welcome you, Holy Spirit. യേശുവിലെന്നും ഞങ്ങളെ മറയ്ക്കണമേ, നിശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. Thank you, Jesus. Thank you for your Holy Spirit. We need your presence, ഈശോപ്പ. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. Oh Jesus, യേശുവിൽ എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും വാഴുന്നതാ ഭയമില്ല ഇനിയും നീളും, ഭയമില്ല ഇനിയും നീളും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലോ നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കും നീളും, ഭയമില്ല എനിക്കും നീളും. യേശു എന്നും എൻ്റെ ആശ്രയം, ആത്മശക്തിയാ ഞാൻ ജീവിക്കും എന്നും. യേശുവേ എന്നും എൻ്റെ ആശ്രയം, ആത്മശക്തിയാ ഞാൻ ജീവിക്കും എന്നും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലോ നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല ഇനിയും നീളും, ഭയമില്ല ഇനിയും നീളും. സമുദ്രങ്ങൾ എൻ്റെ നേരെ നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കും നീളും. ഓ
എന്നും എന്നെ മറക്കണേ. നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. ഓ യേശുവേ, എന്നും എന്നെ മറയ്ക്കണേ. നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ. പിതാവാം ദൈവം വാഴുന്നതാ, ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ നടന്നിടും പെരുവെള്ളത്തിൽ മീതെ. എൻ പിതാവാം ദൈവം വാഴുന്നതാ, ഭയമില്ല ഇനിയൊന്നിലും, ഓ ഭയമില്ല ഇനി ഒന്നിലും. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ എന്നെന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ എന്നും എന്നും വേണം. ഒരു ഇമ പോലും പടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. ഓ രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, ചങ്കാണ്, എന്റെ ഉയിരാണ്, ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഓ രാവിലും പകലിലും നീ മാത്രമേ,
ഉയർവിലും ഉണർവിലും നീ മാത്രമേ യേശുവേ. ഓ രാവിലും പകലിലും നീ മാത്രമേ. ഉയർവിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ എന്റെ ഉയിരാണേ എന്റെ അഴകാണേ അമൃതാണേ യേശു. എന്റെ ചങ്കാണേ എന്റെ ഉയിരാണേ എന്റെ അഴകാണേ അമൃതാണേ യേശു. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കി നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കി നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇയാളെന്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവ് തീർത്തിടും. നിൻ ശക്തിയാലെന്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവ് തീർത്തിടും. ഓ എന്റെ കാൽകളെ മാൻപേടെ കാലിന് തുല്യമാക്കിടും. പിന്നെ ഗിരികളിൽ നിർത്തോ എന്റെ കാൽകളെ മാൻപേടെ കാലിന് തുല്യമാക്കിടും. പിന്നെ ഗിരികളിൽ നിർത്തോ. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിടും. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിടും. ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. താങ്ക് യു ജീസസ്.
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ വളരെ ശക്തമായി സ്പർശിച്ച ഒരു വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതെൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച ഒരു വേദഭാഗമാണ്. വളരെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടൊരു വേദഭാഗമാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവിന് തൊടുവാൻ വേണ്ടി അതിലൂടെ കർത്താവിൻ്റെ ക്രൂശുമായി പൗലോസിൻ്റെ ബന്ധത്തെ സ്പർശിക്കുന്ന ചില വേദഭാഗങ്ങൾ, അത് കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോട് ദിവസങ്ങളിലായിരിക്കാം. ആമേൻ. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്നെ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. ആമേൻ. ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഓ ശിഖമാസ്യാന. പരിശുദ്ധ കർത്താവേ, തിരുവചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ഹൃദയങ്ങളെയും കർത്താവ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ക്രൂശ് എവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. ക്രൂശ് എവിടെയെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജനത്തെ ക്രൂശിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാനോ ക്രൂശിക്കപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കൂ. ആമേൻ. ക്രൂശ് എവിടെയെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പാപികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അവിടെ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആരാധനയിലോ ക്രൂശ് ഉയർത്തപ്പെടുമ്പോൾ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ എവിടെയായി ഹൃദയങ്ങളിൽ തൊടും, ഹൃദയങ്ങളെ സ്പർശിക്കും. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ പാദത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നതാ. മുഖത്തും എടുക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കുരിശിൻ്റെ തണലാണെന്നേ അഭയമൻ യേശുനായക. കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമൻ യേശുനായക. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. ഉലകസ്ഥാപനം മുമ്പെന്നെ ഫലമാകാൻ തിരഞ്ഞെടുത്തു. ഉലകസ്ഥാപനം മുമ്പെന്നെ ഫലമാകാൻ തിരഞ്ഞെടുത്തു. ഉലകാവസാനത്തോളവും അലയാതെ കാത്തിടണമേ. ഉലകാവസാനത്തോളവും അലയാതെ കാത്തിടണമേ. കുരിശിൻ്റെ തണലാണെന്ന് അഭയമൻ യേശുനായക. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. തുണയെനിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. ശത്രു നമ്മെ എതിർത്തെന്നാലോ മിത്രമായോർ കൈവെടിഞ്ഞാലോ. ശത്രു എന്നെ എതിർത്തെന്നാലോ മിത്രമായോർ കൈവെടിഞ്ഞാലോ. തത്രപ്പെട്ടുള്ളം കലങ്ങല്ലേ,
മിത്രനേശു കൂടെയുണ്ടല്ലോ. തത്രപ്പെട്ടുള്ളം കലങ്ങല്ലേ, മിത്രനേശു കൂടെയുണ്ടല്ലോ. കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമേശുനായക. കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമൻ യേശുനായക. തുണയനിക്ക് കിടണമേ, അണയുന്നു പാദപീഠ ഞാൻ. തുണയനിക്ക് കിടണമേ, അണയുന്നു പാദപീഠ ഞാൻ. കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമൻ യേശുനായക. തുണയനിക്ക് കിടണമേ, അണയുന്നു പാദപീഠ ഞാൻ. എനിക്ക് കിടണമേ, അണയുന്നു പാദപീഠ ഞാൻ. ഹല്ലേലൂയ. ക്രൂശിനെ തൊടുമ്പോൾ, ക്രൂശുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അറിയാത്തൊരു സന്തോഷം, അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന, അറിയാതെ ക്രിസ്തുവിനെ ആശ്ലേഷിച്ചു പോകുന്ന ആ ദൈവവചനത്തിന് ആഴം നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരനുഭവം. ക്രൈസ്തവ ലോകത്തിൽ തന്നെ ദൈവവചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവവചനം ഒത്തിരി ഇഷ്ടപ്പെടുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെയുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാവുള്ളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ. എന്നാൽ വേറെ കുറേ ആൾക്കാർ യേശുവിൻ്റെ വരമ മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ബൈബിൾ പ്രസംഗിക്കുക മരണം വരെ. സ്തോത്രം. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ആരാധനയ്ക്ക് കടന്നു വരുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴമറിഞ്ഞ് പ്രാർത്ഥനയോട് അവർക്ക് ദൂത് കൈമാറണം. അതിനകത്ത് ആശ്വാസത്തിന് വേണ്ടി ഓടി വരുന്നവരുണ്ട്, ഒരു സൗഖ്യത്തിന് വേണ്ടി ഓടി വരുന്നവരുണ്ട്. എനിക്കാരുമില്ല, ഒറ്റപ്പെട്ടവർ, കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ കിടക്കുന്നവർ, മനസ്സ് നൊന്ത് വേദനിക്കുന്നവർ. ദൈവവചനം എല്ലാവർക്കും ആശ്വാസമായി മാറണം, വിടുതലായി മാറണം. അപ്പോൾ തന്നെ അത് ഗുണീകരണമാണ്, അത് ശാസനയാണ്, അത് നീതിയുടെ അഭ്യസനമാണ്. എല്ലാം അതിനകത്തുണ്ട്. നമ്മൾ എവിടേക്കാണ് കിടക്കുന്നത്? അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് തൻ്റെ വ്യക്തി വൈഭവം, തൻ്റെ ക്യാരക്ടറൈസേഷൻ, സ്വഭാവ നൈപുണ്യത, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ
ദിവസങ്ങൾ പ്രസംഗിക്കപ്പെടേണ്ടതാണ്. യേശുക്രിസ്തു കഴിഞ്ഞ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ തിയോളജിയൻ, ദൈവശാസ്ത്ര പണ്ഡിതൻ, പ്രസംഗ ഭാഷയിൽ പറഞ്ഞ മികവുറ്റ താർക്കികൻ, കിടയറ്റ ചിന്തകൻ, തികവുറ്റ എഴുത്തുകാരൻ, ആയുരാരോഗ്യ സുഖഭോഗ മാനാഭിമാനം ഇത്യാദി ക്രിസ്തുവിന് വേണ്ടി പരിത്യജിച്ച ത്യാഗവര്യൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും തനിക്ക് ലാഭമായിരുന്ന തൻ്റെ പാരമ്പര്യം മുഴുവൻ ക്രിസ്തു നിമിത്തം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ ആ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതിയ ഒരു വേദഭാഗമാണ് വായിച്ചത്. I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല. എഴുതിയെടുത്ത് നല്ല പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കിയാൽ ആർക്കാ പ്രസംഗിക്കാൻ പറ്റാത്തത്? അത്യാവശ്യം വായിക്കാനൊക്കെ അറിവുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും. ക്രൂശ് പ്രസംഗിക്കാൻ, ക്രൂശിനെ സംബന്ധിക്കുന്ന വാക്യങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് പഠിച്ച് പ്രസംഗിക്കാം. പക്ഷെ പൗലോസ് ഇന്ന് നമ്മളോട് പറയുന്ന ഈ വേദഭാഗം ക്രൂശിൻ്റെ പ്രസംഗമല്ല, താൻ ക്രൂശിക്കപ്പെടുന്ന കാര്യമാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെരുന്നാളുകൾ നടക്കുന്നിടത്ത് ചില പ്രത്യേക സീസണുകളിൽ റോഡിലൂടെ ഒരു മരത്തിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പതിനായിരക്കണക്കിന് ആൾക്കാർ തോളിൽ ഒരു മരത്തിൻ്റെ കുരിശ്, അത് ചെറുതും വലുതും ഒക്കെ വെച്ചുകൊണ്ട്. കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയുന്ന ഹോശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള 7 ദിവസങ്ങൾ താത്തു വയ്ക്കാതെ ക്രൂശ് തോളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ചില രാജ്യങ്ങളിലുണ്ട്. പ്രസംഗിക്കാൻ പറ്റും, ഒരു മരത്തിൻ്റെ കുരിശ് ചുമക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കഷ്ടാനുവാഴ്ച ഒരു പെരുന്നാളിന് ഒരു കുരിശ് ചുമന്നുകൊണ്ട് മല കയറാൻ പറ്റും. പക്ഷേ പൗലോസ് ചോദിക്കുന്നത് ഇതൊന്നുമല്ല, ക്രൂശിക്കപ്പെടാൻ. ക്രൂശിക്കപ്പെടാൻ പൗലോസ് പറയുന്ന ക്രൂശ് പ്രസംഗിച്ചെന്നല്ല, ക്രൂശിക്കപ്പെട്ടവൻ എനിക്ക് ഇഷ്ടമാണെന്നല്ല. ഐ ആം ക്രൂസിഫൈഡ്, ഞാൻ ക്രൂശിക്കപ്പെട്ടു വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ. എന്ത് ക്രൂശിച്ചു? ഞാൻ, എന്റെ അകത്തൊരു അഹങ്കാരി ഉണ്ടായിരുന്നു, ഉപദ്രവി, നിഷ്ഠൂരൻ, ഒരു പാവി, ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച, യേശുക്രിസ്തുവിന് വിരോധമായ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ എറിഞ്ഞവരുടെ വസ്ത്രത്തിന് കാവൽ നിന്ന ഒരു ശൗൽ, ഒരു തർസോസുകാരനായ, ഒരു അനുസരണം കെട്ട, ഒരു അഹങ്കാരിയായ ഒരു ശൗൽ എൻ്റെ അകത്തുണ്ടായിരുന്നു. ആ പഴയ മനുഷ്യനെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചു. ഇനി ജീവിക്കുന്നത് ആ ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ തട്ടിയോ, കരം ഉയർത്തിയോ, വാ തുറന്നോ, കർത്താവിനെ സ്തുതിച്ചോ. നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണോ സ്തുതിച്ചോ. ഇന്ന് ഈ പകൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് കേൾക്കുന്നവരിൽ ഇഷ്ടമുള്ളവർക്ക് പറയാ, ഇനി എൻ്റെ അകത്ത് പഴയ ഞാനില്ല, അഹങ്കാരിയില്ല, ആ നിഗളിയില്ല, ആ മുൻദേഷ്യക്കാരനില്ല, ആ വഴക്കാളിയില്ല. ആ പഴയ വ്യക്തിയെ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിച്ചു. അങ്ങനെ ഒരു വാക്യം മാത്രം പറഞ്ഞ പൗലോസ് അത് വിടുകയാണെങ്കിൽ സാരില്ല.
അഗൈൻ വീണ്ടും പൗലോസ് പറയാ, അതിൻ്റെ 3-ാമത്തെ ഗലാത്യലേഖനം 3-ാമത്തെ അതിൻ്റെ 13-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ആമേൻ എന്നെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, എനിക്ക് പകരം ക്രിസ്തു ശാപമായി തീർന്നു. എനിക്ക് പകരം ക്രിസ്തു ശാപമായി തീർന്നു. ഇതിന് പൗലോസ് ഒരു ക്രൂശീകരണം കൂടെ നടത്തുകയാണ്. ആമേൻ. എൻ്റെ പാപത്തെ ക്ഷമിച്ചതിന്, എൻ്റെ ശാപത്തെ മാറ്റിയതിന്, ഇന്നലകളിലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകലതും എടുത്തു കളഞ്ഞൊരു പുതിയ മനുഷ്യനാക്കിയതിന്, കർത്താവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിൽ, ചിരകാല ബന്ധത്തെ ഉറപ്പിക്കുന്ന 2-ാമത്തെ ക്രൂശീകരണത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ 5-ാമത്തെ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി വീണ്ടും ക്രൂശിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മയെ വസിക്കുന്നു. ന്യായപ്രമാണം എന്നെ ചതിച്ചിട്ട് അത് പിന്നത്തതിൽ കൊല്ലുകയാണ്. എൻ്റെ അകത്ത് വസിക്കുന്ന ന്യായപ്രമാണം പാപമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് വിളിച്ചു പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ പാപ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? അവൻ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്ര പണ്ഡിതനായ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ, ഇത് കേൾക്കുന്ന നമ്മൾക്ക് എത്ര വിളിച്ചു പറയണം? എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രസംഗമല്ല, ഇതൊരു പ്രസംഗ ചരിത്രമല്ല, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു കഥ പറയുകയല്ല, ഒരു സംഭവം പറയുകയല്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ പൗലോസായി മാറട്ടെ. ഇതിനകത്തിരിക്കുന്നവർ പറയട്ടെ, ഞാനും ക്രൂശിക്കപ്പെടുകയാണ്. എൻ്റെ ജഡത്തെ, അതിൻ്റെ രാഗങ്ങളെ, അതിൻ്റെ മോഹങ്ങളെ, ഞാൻ ഇച്ഛിക്കാത്ത പ്രവർത്തിക്കുന്ന, എന്നിൽ പാപമുണ്ടാക്കുന്ന, എന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ആ ചുമട്ടുകാരനെ, ആ പഴയ മനുഷ്യനെ, ഇതാ ഞാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെ ക്രൂശിക്കുക. പൗലോസിന്റെ 2-ാമത്തെ ക്രൂശീകരണം. ഒന്ന്, പഴയ ഞാനെന്ന് പറഞ്ഞ അഹങ്കാരിയെ, ആ തർശൂസുകാരനായ ശൗലിനെ, കപ്പൽ വ്യാപാരിയുടെ മകനെ, യേശു ക്രിസ്തുവിന്റെ അനുയായികളെ കൊന്നുമുടിക്കാൻ അധികാരപത്രം വാങ്ങി നടന്ന പഴയ മനുഷ്യനെ താൻ ക്രൂശിച്ചു. 2, ന്യായപ്രമാണം തൻ്റെ അകത്ത് കയറി തൻ്റെ ഓരോ അണുക്കളിലും വ്യാപരിച്ചിട്ട് അത് പാപമായി, അത് രാഗമായി, അത് മോഹമായി, നാളെ അത് മരണമാകാതിരിക്കാൻ അതിനെ എൻ്റെ രാഗമോഹങ്ങളോടുകൂടി താൻ ക്രൂശിച്ചു. ഗലാത്യർ 5:24. പൗലോസിൻ്റെ എഴുത്തുകളിലെ 3-ാമത്തെ ക്രൂശീകരണം ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ലോകത്തെ എൻ്റെ അകത്ത് കയറി എന്നെ നശിപ്പിക്കാതിരിക്കാൻ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് മനസ്സിലാകും? ഞാൻ തിരുവനന്തപുരത്തൂടെ നടന്നാൽ എൻ്റെ അകത്ത് തിരുവനന്തപുരം എന്നെ ഭരിക്കില്ല. ഞാൻ ലോകരാജ്യങ്ങളിൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ലണ്ടനിലോ ലോകത്തിലെവിടെ മൻഹാട്ടൻ സിറ്റിയിലോ ന്യൂയോർക്കിലോ പോയാൽ അവിടെയെല്ലാം ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തെ അത് ഭരിക്കില്ല. കാരണം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോകാനുള്ള ഒരു കാരണം, അവൾ സോദോം ഗോമോറയിൽ നിന്ന് ഓടി. പക്ഷെ ഓടുമ്പോഴും സോദോം ഗോമോറ അവളുടെ അകത്തുണ്ടായിരുന്നു. അവളുടെ ഓട്ടം മുമ്പോട്ടായിരുന്നെങ്കിൽ അവളുടെ നോട്ടം പുറകോട്ടായിരുന്നു. അതാ പ്രശ്നം. ഒരിക്കലായിട്ട് ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്നു. ആമേൻ. പൗലോസ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുക. നാം ജീവിക്കുന്ന ലോകത്തിന് നാം ക്രൂശിക്കപ്പെടണം. ലോകമെന്ന് പറഞ്ഞാൽ ലോക ഇമ്പങ്ങളാണ്, ലോകത്തിൻ്റെ പാപങ്ങളാണ്. അതിനകത്ത് കൺമോഹമുണ്ട്, ജഡമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. അതെന്നെ ഭരിക്കാൻ പാടില്ല. ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, വിരോധമില്ല. നിങ്ങൾക്ക് ലോകത്തിൽ കാണുന്ന ഏതിനെയും നിങ്ങൾക്ക് അഭിപ്രായം പറയാം, വിരോധമില്ല. പക്ഷേ അത് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കരുത്.
യാക്കോബിൻ ലേഖനം 1:14 മോഹം, ലസ്റ്റ്, പാപത്തെ ഗർഭം തിരിച്ച് മരണത്തെ പ്രസവിക്കുന്നു. ഇതിൽ നിന്ന് ജയിച്ച് പുറത്തു വരുന്നതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശ് എന്ന് പറയുന്ന 2 തടിക്കഷ്ണമാണ്. അതിലൊരു തടിക്കഷ്ണം മുകളിലേക്ക് താഴോട്ടും, 2 വശങ്ങളിലേക്ക് വാ. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് കാണുന്ന തടിക്കഷ്ണം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. കുറുകെ കാണുന്ന തടിക്കഷ്ണം ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധമാണ്. ഈ 2 ബന്ധങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ക്രൂശ് ചുമക്കുന്ന വ്യക്തി. ആമേൻ. ക്രൂശ് 2 തടിക്കഷ്ണം ഒരു മാലയുടെ അറ്റത്തോ അല്ലെങ്കിൽ അതൊരു മോതിരത്തേലോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിനകത്തൊക്കെ വെക്കാനോ ചുമക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ക്രൂശ് ഹൃദയത്തിനകത്ത് ചുമക്കണമെങ്കിൽ, ക്രൂശിക്കപ്പെട്ട അനുഭവം നമ്മുടെ ഹൃദയത്തിനുണ്ടാകണമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തൻ്റെ മാതാപിതാക്കളെ, തൻ്റെ സഹോദരങ്ങളെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ സഭയെ. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നതിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി, അതിൻ്റെ അടുത്തിരിക്കുന്ന ഓരോരുത്തരെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞ 4ാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് തൻ്റെ അന്ത്യനാൾ സമയങ്ങളിൽ പറഞ്ഞു, ഞാനിതാ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഹൗ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാനിതാ പാനീയ യാഗമായി. 3 ക്രൂശീകരണം കഴിഞ്ഞ ആളാ. ഗലാത്യർ 2:20, ഗലാത്യർ 5:24, ഗലാത്യർ 6:14. അതിനുശേഷമാണ് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയുകയാണ്, ഞാനിതാ പാനീയാഗമായി. ഏത് പാനീയാഗം? അതിന് സംഖ്യാപുസ്തകം 4-ാമത്തെ 5-ാമത്തെ അധ്യായമൊക്കെ എടുത്ത് പഠിക്കണം. ആമേൻ. ഒരാട്ടുകൊറ്റനെ യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിന് വിശേഷാൽ ദൈവസന്നിധിയിൽ അനുഗ്രഹമായി തീരേണ്ടതിന് ഒരു ഹീൻ വീഞ്ഞ് പാനീയാഗമായി അതിന് കൂടെ അർപ്പിക്കുക. പൗലോസ് പറഞ്ഞതിന് അർത്ഥം എന്താ? യേശുവേ, കാൽവറി ക്രൂശ് അങ്ങ് എനിക്ക് വേണ്ടി യാഗമായി. അങ്ങയുടെ മരണമാണ് എൻ്റെ ജീവൻ, അങ്ങയുടെ വൈകൃതമാണ് എൻ്റെ സൗന്ദര്യം, അങ്ങയുടെ അടിപ്പിണരാണ് എൻ്റെ സൗഖ്യം, അങ്ങയുടെ വേദനയാണ് എൻ്റെ സമാധാനത്തിന് കാരണമായത്. അതുകൊണ്ട് അങ്ങയുടെ പരമയാഗത്തിന് ഒരു വിശേഷാൽ ഒരലങ്കാരമായി എൻ്റെ ജീവിതത്തെ ഞാൻ പാനീയാഗമായി അർപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ എത്ര പേർ പറയും, അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന്, പ്രാണനാഥനെ, അങ്ങ് എനിക്ക് വേണ്ടി യാഗമായതിൻ്റെ ആ സന്തോഷം ഞാൻ പൂർത്തീകരിക്കപ്പെടാൻ എൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തെ, എൻ്റെ ആയുസ്സിനെ ഒരു പാനീയാഗമായി അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒരു യാഗത്തിന് വിശേഷാൽ സന്തോഷമായി വരുന്ന പാനീയാഗം അത് വീഞ്ഞാണ്. അതിന് മുന്തിരി ഉടയണം. മുന്തിരി ഉടയാതെ പാനീയാഗം ഉണ്ടാകില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നതിനകത്ത് ഒരു പാനീയാഗമായി നാം ആയിത്തീരണമെങ്കിൽ ഒരു ഉടയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ഉടയാനുള്ളൊരു മനസ്സ് നമുക്ക്, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു മനസ്സ് ദൈവകരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം.
പരിശുദ്ധാത്മാവിനെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ ആയുസ്സിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് ഇഷ്ടമായി തീരട്ടെ. ഒരു പുതിയ മനുഷ്യനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ ഓൺലൈനിൽ ഈ ശബ്ദം കേൾക്കുന്നിടത്ത്, ഈ ആരാധനയ്ക്കകത്ത് ഇത് ശ്രദ്ധിക്കുന്നവരിൽ ഒരു വലിയ മാറ്റത്തിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സൂര്യ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ പാദമെടുത്ത് ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പാസ്തലനായ പൗലോസിനോട് ചേർന്ന് ക്രൂശിക്കപ്പെടാനുള്ളൊരു മനസ്സ്, പാനീയാഗമായി ഒഴിക്കപ്പെടാനുള്ളൊരു മനസ്സ് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളും അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഉടയാനൊരു തയ്യാറ്, സഹിഷ്ണുതയുള്ളവരായി, ക്ഷമയുള്ളവരായി, താഴ്മയുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, കേൾവിക്കാരെ മുഴുവൻ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.